ത്രിതല പഞ്ചായത്തിന്റെ ഭാഗമാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. എന്നാൽ നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റിയും കുറച്ചധികം ജനസാന്ദ്രമായ പട്ടണങ്ങളിൽ കോർപ്പറേഷനുമാണ് വരുന്നത്. ഇവിടെ എല്ലായിടത്തും ജനപ്രതിനിധികളായി അംഗങ്ങൾ എത്തുന്നത് ലോക്കൽ ബോഡിയിലേക്ക് നടക്കുന്ന ഇലക്ഷനിലൂടെയാണ്. ഇവിടെ എല്ലായിടത്തും വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാർ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർ ഉണ്ട്. തദ്ദേശ ജനാധിപത്യ സംവിധാനത്തിന്റെ ഹൃദയമാണ് ഈ സ്ഥാപനങ്ങൾ. റോഡുകൾ നന്നാക്കുന്നത് തുടങ്ങി ക്ഷേമ പെൻഷനുകൾ വരെ തീരുമാനിക്കുന്നത് ഇവരാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നയാളാണ് വാർഡ് മെമ്പറായി എത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജനപ്രതിനിധിയാകുന്നത് ഇവരാണ്. സർക്കാർ ഭരണ സംവിധാനത്തിനും പൊതുജനങ്ങൾക്കുമിടയിൽ ഒരു പാലമാണ് ഈ അംഗങ്ങൾ. നാട്ടിലെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും ആ വിഷയം മീറ്റിംഗുകളിൽ അവതരിപ്പിക്കുകയും ഈ പദ്ധതികൾ നടപ്പാക്കാനുള്ള അംഗീകാരം നേടിയെടുക്കുകയും ആ വികസനങ്ങളുടെ പണികൾ മേൽനോക്കി പൂർത്തിയാക്കേണ്ടതുമാണ് അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ. ഇനി ഗ്രാമപഞ്ചായത്തിൽ ഒരു മെമ്പറുടെ ജോലി എന്തെന്ന് നോക്കാം. ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. ഇവിടെ അംഗങ്ങൾ എല്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കണം. പൊതുവഴി, കുടിവെള്ളം, ശുചീകരണം, മാലിന്യം തുടങ്ങിയ ജനങ്ങളുടെ വിഷയങ്ങൾ ഇങ്ങോട്ടേക്ക് അവർ കൊണ്ടുവരും. വീടുകൾ ആവശ്യമുള്ളവരെയും പെൻഷൻ, ക്ഷേമ പദ്ധതികൾ യോഗ്യതയായവരെയും കണ്ടെത്തണം. കുടിവെള്ളം എല്ലാവർക്കും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിലവിലുള്ള കുടിവെള്ള പദ്ധതികൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടെന്ന് നോക്കണം. വാർഡിൽ ഉൾപ്പെടുന്ന അംഗൻവാടികൾ, ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം. കുറവുകൾ പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഗ്രാമസഭ വിളിച്ചു വരുത്തുകയും പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുകയും വികസനങ്ങൾ വിലയിരുത്തുകയും ചെയ്യണം. ദുരന്ത നിവാരണം, വാക്സിനേഷൻ, അവബോധ യജ്ഞങ്ങൾ എന്നിവയിൽ സജീവമായി ഉണ്ടായിരിക്കണം. വാർഡിലെ പ്രദേശങ്ങൾ വൃത്തിയായി കിടക്കുന്നുവെന്നും മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ സംസ്കരിക്കുന്നുവെന്നും ശേഖരിക്കുന്നുവെന്നും ഉറപ്പാക്കണം. വാർഡിലെ ജനങ്ങൾക്കുള്ള പരാതികൾ പഞ്ചായത്ത് ഓഫീസ് വഴി പരിഹരിക്കണം. കുടുംബശ്രീ, കാർഷിക വികസനം, ലൈഫ്, തൊഴിലുറപ്പ്, വയോമിത്രം ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ജനങ്ങളുടെ ശബ്ദവും ഗ്രാമത്തിന്റെ വികസനത്തിലും ക്ഷേമത്തിലും മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ്. ഓരോ വീട്ടിലും വികസനം എത്തിക്കുന്നവരാണ് ഇവർ. നിങ്ങളുടെ വാർഡിലെ മെമ്പർ ഈ ഉത്തരവാദിത്തങ്ങൾ കാര്യക്ഷമമായി ചെയ്തിരുന്നുവോ? കമന്റിലൂടെ പങ്കുവയ്ക്കുക. പഞ്ചായത്ത് വാർഡ് മെമ്പറിന്റെ ചുമതലകൾ എന്തൊക്കെയെന്ന് ഇപ്പോൾ അറിഞ്ഞു. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന്റെ ജോലികൾ എന്താണ്?